റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയെന്നാണ് ട്രംപിന്റെ അവകാശവാദം. പക്ഷേ ട്രംപിന്റെ പ്രസ്താവനയോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ധനസുമോദാണ് വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ ചേരുന്നത്. ധനസുമോദ്, ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ട്രംപ് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. നേരത്തെയും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അന്നും ഇന്ത്യ ഒഫീഷ്യലി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ട്രംപ് ആഗ്രഹം പറയുകയാണോ, ഇനി അങ്ങനെ വല്ല തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ അമേരിക്കയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി താൻ ഇടപെട്ടെന്നും ഇരു രാജ്യങ്ങളുടെയും തലവന്മാരോട് വിളിച്ചതിന് ശേഷം 200% താൻ നികുതി ഏർപ്പെടുത്താൻ പോകുന്നത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദിവസം അവർ വിളിച്ചതിന് ശേഷം യുദ്ധം അവസാനിപ്പിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് എന്നുള്ളൊരു കാര്യം പറയുന്നു. അതിനോടൊപ്പം തന്നെയാണ് അദ്ദേഹം ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇന്ത്യ വാങ്ങുന്നത് അവസാനിപ്പിക്കുകയാണ്. ഇക്കാര്യം സംബന്ധിച്ച ഒരു ഉറപ്പ് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി നൽകി എന്നുള്ള ഒരു അവകാശവാദം തന്നെയാണ് ഉന്നയിക്കുന്നത്. കാര്യം ഈ റഷ്യ ഈ എണ്ണ വിൽപ്പന നടത്തിയതിനു ശേഷം കിട്ടുന്ന ഈ പണം ഉപയോഗിച്ച് അവർ യുദ്ധം തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ യുദ്ധത്തിനോടുള്ള തൻ്റെ എതിർപ്പ് മൂലമാണ് ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിർത്തിവെക്കണം എന്നുള്ള ആവശ്യപ്പെട്ടത്. ഇതേ നിലപാട് തന്നെ ചൈനയും സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഈ കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ ലോകരാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 8 യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ തനിക്ക് പറ്റി എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. കാര്യം നോബൽ സമ്മാനം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചില്ലോ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. ഒരു സമാധാനത്തിൻ്റെ ദൂതനായി അമേരിക്കൻ പ്രസിഡന്റ് മാറുന്ന കാഴ്ചയാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. പലപ്പോഴും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി എത്തിയിട്ട് ഇത്തരത്തിലുള്ള ഒരു വാഗ്ദാനം ട്രംപിൽ നിന്ന് സ്വീകരിച്ചില്ല, ട്രംപിനോട് പറഞ്ഞില്ല എന്നുള്ളൊരു കാര്യം പറയുന്നത് എന്നുള്ള കാര്യമാണ്. കാര്യം മറ്റു പല BJP നേതാക്കന്മാരും മറ്റുള്ളവരും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പാർലമെന്റിലെത്തി എന്തുകൊണ്ട് ട്രംപിൻ്റെ വാദം പൊള്ളയാണ് എന്നുള്ളൊരു കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ട് അറിയിക്കില്ല എന്നുള്ളൊരു കാര്യം കോൺഗ്രസ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇതേ അവകാശങ്ങൾ വാദം തന്നെ ഇപ്പോൾ ട്രംപ് ആവർത്തിക്കുന്നത്.